രണ്ടുപേരും കൂടെ ഒരു പാമ്പിനെ ഓടിക്കാൻ പറഞ്ഞ പാട്. ഏതായിരുന്നു പാമ്പ്? പാമ്പിനെ ഇവർ കാണാമോന്ന് എനിക്കറിയില്ല. കിളിക്കൂടിൻ്റെ അകത്ത് വന്നിട്ട് 3 കിളികളെ പിടിച്ചല്ലേ വെച്ചാ? അയ്യോ, അതിപ്പോൾ ചാടും. ചാടിയാ ഇറങ്ങി ഓടിക്കണം. അത്യാവശ്യം നല്ല നീട്ടമുണ്ട്. ഇനിയിപ്പോൾ ഇതാ കറങ്ങി അത് ഇങ്ങോട്ട് വരും. പുറത്തേക്ക് ആടി. കിളികളെല്ലാം പേടിച്ചു പോയി. പുറത്തേക്ക് ഇറങ്ങാൻ നോക്കണ്ട്, പക്ഷെ അതിന് ഇറങ്ങാൻ പറ്റാനില്ല. പാവം. അതെ, പേടിച്ച് കാണും ഭയങ്കരമായിട്ട്. ഇതിലേ ചാടറാ, ഇതിലേ ഇതുണ്ടോ? പയ്യെ തുറന്നു പിടിച്ചാൽ കിളികൾ ചാടി പോവാ. അതാണ് വേറെ കുഴപ്പം. കിളികളെല്ലാം പേടിച്ചു പോവാ. പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല. 3 കൊന്നിട്ടേക്ക് ഓൾറെഡി, എന്നിട്ട് ഒന്നും ചെയ്യില്ല. പാവം. നാക്ക് കിട്ടണം നോക്കി. പൊന്നെ പേടിയാണോ? അത് അവസാനം, അതിൻ്റെ അവസാനത്തെ അടവ് ഇറക്കുമോ? അത് ഓട്ടം. അങ്ങനെ പിടിക്കുമൊന്നുമില്ല അത്. അങ്ങനെ പിടിക്കുമോ? അത് നല്ലപോലെ പേടിച്ചത് എന്താണ് ഇത്. 1-2 അടി കൊടുത്തു ഞാൻ. അവൾക്ക് ഭയങ്കര പേടിയാ പാമ്പിനെ. നിങ്ങൾക്ക് പേടിയാണ് ഇങ്ങോട്ട് മിക്കവാറും ചാടി. അത് കുളിക്കാത്തോണ്ട് അവിടെ ചുരുണ്ട് കൂടിയത് അതിൻ്റെ ഉള്ളിൽ. കാണാൻ പറ്റുമോന്നറിയില്ല. അവിടെ ഫുള്ള് ചുരുണ്ട് കൂടിയത്. അതിനെ ഇറങ്ങി വരില്ല ഇപ്പം. ഇങ്ങനെ പറിക്കണേ. പൂച്ചേനെ കണ്ടിട്ടാ മഴ നനയാതിരിക്കുക. നൈസായിട്ട് കമ്പനി വിടാൻ വേണ്ടി വന്നേക്കുവാ. പൂച്ച. ചൊറിഞ്ഞു കൊടുക്കണം പൂച്ചയ്ക്ക്. അതിനെ ഇറങ്ങി വരില്ല. അത് പേടിച്ചോ, ഭയങ്കരമായിട്ട് പേടിച്ചോ. അത് അവിടെ ചുരുണ്ടിരിക്കുക. ഇറങ്ങാനുള്ള അത് പേടിച്ച് ഭയങ്കരമായിട്ട്. പാമ്പ് അതിനെ അനങ്ങില്ല അവിടെ നിന്ന് പേടിച്ചത്. കിളികളെല്ലാം പേടിച്ച് ഇവിടെ ഇരിക്കുന്നത്. അപ്പൻ്റെ പൊന്നി ഒരൊറ്റ ചാട്ടം. ഇതിനെ കണ്ട് പറിക്കുന്നത്. പേടിക്കണ്ടാ. ചട്ടിയോട് കൂടി അങ്ങ് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. ചട്ടിയൊക്കെ
കണ്ട അതിനെ അത് മാറ്റിയിടാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊന്ന് പയ്യെ വന്നു അവർ കമ്പിട്ടങ്ങ് മാറ്റുവാണെങ്കിൽ നീ മറിഞ്ഞു ഇങ്ങോട്ട് വരണം. എവിടെ താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും കയറിപ്പോയി. കേറില്ല. കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. എത്ര 1 2 3 4 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് ഏതാണോ കുഞ്ഞുങ്ങൾ? കുഞ്ഞുങ്ങളെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് കിളികൾ തന്നെ എടുത്തിട്ടോളല്ലേ? കിളികൾ തന്നെ എടുത്തിട്ടില്ലേ? അങ്ങനെ എടുത്തില്ല. അതെ. പിന്നെ എന്നാണ് ഈ പാത്രത്തിൽ ഇറക്കിയിട്ടാലോ കുഞ്ഞുങ്ങളെയാ? അതാണ്ട് അല്ലെ പിന്നെ അതേ ചട്ടി ഒരെണ്ണം വെച്ചിട്ട് അതിൽ ഇറക്കി വെച്ചിട്ട് അല്ല തൂക്കണ്ട, കെട്ടി തൂക്കണ്ട, താഴെ തന്നെ വെച്ച്. അങ്ങനെ താഴെ വെച്ചാൽ പറ്റില്ല. ആ ചട്ടി തൂക്കാനല്ല ശരിക്കും പറയാം. നീ ഇപ്പം തന്നെ തൂക്കിയല്ല, ഇന്ന് കമ്പിയാണ് തൂക്കാനെന്തിനാ? ഇത് ഊരാനാ? പിന്നെ ആ ചട്ടികൾ ഇതിനകത്ത് തൂക്കാനുള്ള അത് 3 കൂടെ ഒന്നിച്ച് ഒരു കൊലയിലാക്കി ഈ സെൻറ്ററിൽ തൂക്കി വിടാനാണ്. ആ തടിയില്ലേ, ആ തടി ഇതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് തടിയിൽ കമ്പി ഇറക്കിയിട്ട് ആ കമ്പിയിൽ ഇത് തൂക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. കേട്ടോ? ഇപ്പോൾ നമ്മൾ ഈ ചില്ലിങ്ങളെ വേറെ ചട്ടിയിലേക്ക് ഇട്ടാലും ഇപ്പൊ തൽക്കാലം അങ്ങനെ ചെയ്തോ, അതിനെ പിടിച്ച് വേറെ ചട്ടിയിൽ കയറ്റിയിടാന്നാ. അതിൻ്റെ അകത്തൊക്കെ കുഞ്ഞുങ്ങളുണ്ടോയെന്ന് അറിയില്ലല്ലോ. കമത്തി നോക്കിയാ പയ്യെ. നോക്കിയേ, അതിൻ്റെ അതില്ല. ഇല്ല അല്ലേ? ഇല്ല, അതിൻ്റെ അകത്തേക്ക് പിടിച്ചിട്ടാണോ? അയ്യോ എത്തി തിരിച്ചു തന്നോ കേട്ടോ? ഉണ്ടിട്ടു. കിട്ടിയോ? അങ്ങേറ്റം കഴിയത്താണല്ലേ? കഴിയത്തുള്ള എത്തും ഇങ്ങനെ കെട്ടണം. എന്നാലും എന്തിനാ അങ്ങനെ കേട്ടണേ? ഞാൻ പൊക്കി പിടിച്ചാൽ മതിയാണോ? അത് കമ്പിയൊന്നും കയ്യെ കുത്തിക്കൊണ്ടിരിക്കുമല്ലോ. ില്ല അതെ.
മമ്മി ഇതിൻ്റെ അകത്ത് ഇനി അതാണ് നിങ്ങളുടെ അമ്മ പാവം പാമ്പ് പിടിച്ച് കൊന്നിട്ടേക്കുന്നത്. പാമ്പ് ഒരെണ്ണത്തിനെ പിടിച്ച് പട്ടിപ്പാമ്പ് അതാ വിഴുങ്ങി ഓൾറെഡി. എന്നിട്ട് അച്ഛനെ കണ്ടപ്പോൾ പേടിച്ച് തുപ്പിയിട്ടത്. ആ ഒരു പ്രകാരത്തിലാണ് ചാടിച്ചു വിട്ടതിന്. അത് ഇവിടെ ഓട്ട ഉണ്ടായിരുന്നു. ആ ഓട്ടയിൽ കൂടെ കയറി ഇത്ര വന്ന് റിസ്ക് എടുത്ത് അകത്ത് കയറിയേക്കുക. അത് കഴിഞ്ഞ് അടയ്ക്കാൻ പോവാം. അത് ഞങ്ങളെടുത്തോ. ഒരു ചട്ടിയിൽ 5 കുഞ്ഞുണ്ടായിരുന്നു. 5 കുഞ്ഞ് ഞങ്ങൾ ആ 5 കുഞ്ഞ് ഇരിക്കുന്ന ചട്ടിയിലാണ് ലാസ്റ്റ് പാമ്പ് കയറിയിരുന്നത്. എന്നിട്ട് ആ ചട്ടി ഉടച്ചു. ഇല്ലില്ല, കുഞ്ഞുങ്ങൾ ചത്തില്ല. ഇങ്ങനെ കാണിച്ചില്ല. വേണ്ടോ ഇക്കോട്ടെ 5 എണ്ണം. ഇല്ല ഇല്ല അറിയില്ല. ഇനി ആ ഒരു ചട്ടിയിൽ ഞാൻ വയ്ക്കുന്നുണ്ട്. ആ ചട്ടിയിൽ നിന്ന് ചാടിച്ച് കളയാതിരുന്നാൽ മതി. ചില കിളികൾ ചാടിച്ചിടും. കുഞ്ഞ ഇനി ഞങ്ങൾ കണ്ടു. ഇവനെന്നെ കാണിക്കാതെ ചാടി പിടിച്ച് തൂങ്ങി ഇടയ്ക്ക് ഇടിക്കാൻ വേണ്ടി പാടുപെടും. എന്നിട്ട് രക്ഷയില്ലാതെ എന്നാ എന്നാ വേണ്ടേ? എന്നാ വേണ്ട നിനക്ക്? ഇത് തുണിയല്ല. ആ കൊല്ലണ്ട പാവം. ഞങ്ങൾ കിടക്കുന്നു. 5 പിടിച്ചു വിട്ടു. 5 പിടിച്ചു വിട്ടു അല്ലേ? നല്ല പാട് കിടന്നുണ്ട് പിടിക്കാൻ. പിടിക്കാനാണോ അതോ ചുമ്മയാണോന്ന് അറിയില്ല. പിടിക്കാനല്ലേ? പൂച്ച പൂച്ച പിടിക്കാനാ? എന്നാ നിനക്ക് ഞങ്ങളെ തിന്നാൻ തന്നെ പോരെ? വേണ്ട, ചുമ്മാ കളിക്കട്ടെ. ഒരു കഷ്ണമുള്ളൂ. കുറ്റിയും കന്നിയും കൊണ്ട് ഇട്ടോ. എങ്ങനെയാ? ഇവിടെ ഒരു അടപ്പ് വയ്ക്കാറുണ്ട്. ഇത് കയറുന്നില്ല, ഇച്ചിരി പൊട്ടിക്കണം. അല്ല അത് വെക്കണം എന്നുണ്ടോ ശരിക്കും?
ഇവിടെ തുറക്കാൻ പാടില്ല, തുറന്നു കിടക്കാൻ പാടില്ല. നിങ്ങൾ ചുറ്റി എടുത്തോണ്ട് തന്നെയാണ്. അടച്ചു കുറേ. ഓ വേണ്ടേ? ആ ആരാ ഉറക്കത്തിലാ സ്വപ്നം കണ്ടത്? ഓക്കെ, ആ സെറ്റായി. ഇനി തൽക്കാലം അതങ്ങനെ അടച്ചു വെച്ചോ. ഇനിയിപ്പോൾ പണിയാ. നീ അങ്ങനെ കയറ്, മേളിലേക്കും കയറ്, മേളിലേക്ക് കയറ്, മേളിലേക്ക്. നീ ഇറങ്ങണം, എനിക്കൊന്നും കാണണമല്ലോ. എടുത്ത് ചാടും അവിടെ നിന്ന്. ഇതിലല്ല, ഇതിൽ വലിയ അവിടെ വാ വാ, ഇതിലേ വാ. വാ വാ ആ കയറിക്കോ, കയറിക്കോ, കൈ കയറിക്കോ. വേടാ ആ ഇവിടെ ഇറങ്ങി, ഇവിടെ ഇവിടെ ഇറങ്ങിക്കോ. കഴുത്തി ചൊറിയുവാണ്. വാടാ ഇവിടെ ഇറങ്ങിക്കോളാ, ഞാൻ ഇറക്കി വിടാം. വാ, പിടി തരുവാണെങ്കിൽ ആ പിടി തരുന്നില്ല. എനിക്ക് സോറി ഗൈസ്, തെറി വിളിക്കണോ എന്നെ? ഇല്ലാതെ അടയ്ക്കുക. ഇപ്പം ചാടാൻ റെഡിയായി. ചാട് 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 ചാടാ. പിന്നെ അല്ല, ശരി, നേരം സേഫായിട്ടിരിക്കുക. ഇനി ഒന്നും കയറാതെ നമുക്ക് നോക്കാം കേട്ടോ. പേടിക്കണ്ട. അതിൻ്റെ അകത്തൊരു 5 കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്, അതിനെ നോക്കിക്കോണേ. ഓക്കേടാ, ബൈ. തലമാറിയതുകൊണ്ട് ഇനി ആര് നോക്കും?